പറഞ്ഞ മാതിരി ഞങ്ങൾ തുടങ്ങിയത് എങ്ങനെ 30 കൊല്ലം മുമ്പ് ഞങ്ങൾ കോളേജ് വിടുമ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അനക്കം പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങളന്ന് 97 എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും ജോലിക്ക് കയറുമ്പോൾ ഇന്റർനെറ്റ് വന്നിട്ടേ ഉള്ളൂ. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കമ്പ്യൂട്ടറിന്റെ ചുറ്റും 4 പേരിൽ നിന്ന് ലാബിലെല്ലാം ഷെയർ ചെയ്ത് യൂസ് ചെയ്യണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു കോളേജ്. അപ്പോൾ അതിൽ നിന്ന് 30 കൊല്ലം മാറുമ്പോൾ വളരെയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. കോളേജ് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്ക് മനസ്സിലായത് പലതും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കോളേജിലത്തെ ഒരു ന്യൂനതയായിട്ട് തോന്നിയതാണെന്ന് വെച്ചാൽ, സർക്കാർ കോളേജാണ്, ഫണ്ട് ഉണ്ട്, കേരളത്തിലെ ഏറ്റവും നല്ല കോളേജുകളിൽ ഒന്നാണെങ്കിലും പലപ്പോഴും പല കാര്യങ്ങളും മുന്നോട്ട് പോകാൻ വേണ്ടി സർക്കാരിൻ്റെതായതുകൊണ്ട് അതിൻ്റെതായ കുറേ ചാലഞ്ചസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ചു എങ്ങനെ ഇതൊരു 30 കൊല്ലത്തെ ഒത്തുചേരലിൽ നിന്ന് മാറി കുറച്ചും കൂടി കോളേജിനും ഞങ്ങളുടെ ബാച്ച്മേറ്റ്സിനും ഒക്കെ ഒരു ഉപകാരപ്രദമായ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു 6 മാസമായി ഇതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നൊരു ആശയമാണ് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുക. അപ്പൊ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിന്റെ 3 ഉദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ഈ പറഞ്ഞ മാതിരി 30 കൊല്ലത്തിന് ശേഷം കണ്ട് പിന്നെ അതൊരു വെറുതെ ഒരു ഗെറ്റ് ടുഗദറായി മാത്രം മാറാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാറ്റ്ഫോം, അതൊന്ന്. 2, അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ബാച്ച് ഒരു 430-ഓളം കൂട്ടുകാരുണ്ടായിരുന്ന ഒരു ബാച്ചാണ്. അതിൽ ഇപ്പോൾ ഒരു 10-18ഓളം ആൾക്കാർ നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു നോക്കി പല ബാച്ചുകാരോടും കണ്ട് അവരുടെ വീട്ടുകാരോടൊക്കെ നോക്കുമ്പോൾ പലരും അത്ര നല്ലൊരു സ്ഥിതിയിലല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആദ്യം ഞങ്ങളുടെ ബാച്ചോട് കൂടി തന്നെ തുടങ്ങാം. അപ്പോൾ എല്ലാ ബാച്ചിൽ നിന്നും ഞങ്ങളിങ്ങനെ കുറച്ച് പേരെ ഐഡന്റിഫൈ ചെയ്തു, അവരുടെ കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. അപ്പോൾ അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടാമത് അവരുടെ പേരൻസ്, പലരും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളായിട്ടൊക്കെ ബുദ്ധിമുട്ട് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. രണ്ടാമത് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രസ്റ്റ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കോളേജിൽ ഒരു അലുമിനി അസോസിയേഷൻ ഉണ്ട്, അതിൽ പലരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകും. എന്നാൽ തന്നെ ഒരു ട്രസ്റ്റ് ആയാൽ നമുക്ക് നമ്മുടേതായ ഒരു മാർഗനിർദ്ദേശമുള്ള ഒരു ബൈലോസ് ഉണ്ടാവും, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, പല കാര്യങ്ങളും ചെയ്യാൻ. അതെ, അപ്പൊ ഞങ്ങൾ അതിന് പേര് കൊടുത്തിരിക്കുന്നത് GCT 1996 ട്രസ്റ്റ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. നാളെയാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങളുടെ പേട്രൺ, അലുമിനി അസോസിയേഷൻ പേട്രൺ പ്രൊഫസർ കൃഷ്ണകുമാർ സാറാണ്. അതിന്റെ കൂടെ തന്നെ അതിന്റെ ലോഗോ ഞങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ടാവും കോളേജിൽ. മാഡമാണ് ആര്യ അയക്കായിരുന്ന മാഡം, അവരാണ് അതിന്റെ മെയിൻ സ്പോൺസർ. അവര് അത് പ്രകാശനം ചെയ്യും. 2-3 കാര്യങ്ങളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജീവൻ പറഞ്ഞതുമാതിരി ഏറ്റവും വലിയ ചാലഞ്ച് ഉണ്ടായിരുന്നത് ഈ 16-ൽ പരം രാജ്യങ്ങളിൽ സ്പ്രെഡ് ആയിട്ട് കിടക്കാണ് ആൾക്കാർ. ഇപ്പൊ എല്ലാവരും ഒരു 50-ൽ മേലെയായി. ഞങ്ങൾ 30 കൊല്ലം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അപ്പൊ എല്ലാവരും അവരുടേതായ ഒന്ന് ജോലിയുടെ പീക്ക്, ജോലിയുടെ ചാലഞ്ചസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ മാക്രോ സിറ്റുവേഷൻ, ഗൾഫ് വാർ, IT-യിലെ ഇമ്പാക്ട്. അപ്പൊ എല്ലാവരും അതിൻ്റെതായ ഒരു ചാലഞ്ചിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ പറഞ്ഞ മാതിരി വളരെയധികം ഓൺട്രപ്രണറിയൽ ഡ്രിവൺ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചത് ആദ്യ സ്റ്റെപ്പായി ഈ പറഞ്ഞ മാതിരി നാളെ ഔപചാരികമായി ഇതിനെ ഉദ്ഘാടനം ചെയ്യും തിരികെ എന്നുള്ള ഞങ്ങളുടെ പരിപാടി. അതോടുകൂടി തന്നെ അതിന്റെ മെയിൻ ആക്ടിവിറ്റി ആയിട്ട് GCT 1996 ട്രസ്റ്റ് അതിനെ ഞങ്ങൾ രൂപീകരിക്കും. ഓൾറെഡി ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോ ഞങ്ങൾ അതിൽ ഒരു സ്വമേധയാ ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഈ 6-7 മാസത്തിനുള്ളിൽ എല്ലാവരെയും കണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. കാരണം വെർച്വൽ മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു, ഫിസിക്കൽ മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. അപ്പൊ നാളത്തെ ഫോറത്തോടു കൂടി ഞങ്ങൾ അതിനെ ഒരു ഫിസിക്കൽ ഇത് ആക്കും. ഞങ്ങളൊരു വെബ്സൈറ്റ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ഇപ്പൊ ഏകദേശം ജീവൻ നമ്മളൊരു 25 lakhs അടുത്ത് കോൺട്രിബ്യൂഷൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. 25 lakhs അടുത്ത് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ഫ്രം വേരിയസ് ബാച്ചസ്. അപ്പോൾ ഞങ്ങളൊരു നാളത്തെ മീറ്റിംഗിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു 300-ൽ പരം ക്ലാസ്മേറ്റ്സും ഒരു 60-ൽ പരം അധ്യാപകന്മാരും, അതായത് ഞങ്ങളെ പഠിപ്പിച്ചവരും റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപകന്മാർ ഡിഫറെന്റ് ബ്രാഞ്ചസിൽ. ഞങ്ങൾ തുടങ്ങിയപ്പോൾ 7 ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, പ്രൊഡക്ഷൻ, കെമിക്കൽ, ഇതാണ് ഏറ്റവും ചെറിയ ബ്രാഞ്ചസ്. അതുപോലാതെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ 100-ൽ പരം ആൾക്കാർ. അതായത് ഒരു 430 പേരുണ്ടായിരുന്ന ഒരു ബാച്ചിൽ നിന്ന് ഇപ്പൊ അതൊരു ഏകദേശം 550-ലേക്ക് എത്തിയിരിക്കുകയാണ് കോളേജിൽ. അതുമാതിരി തന്നെ പല ബ്രാഞ്ചസ് ഞങ്ങൾ ഉള്ള സമയത്ത് പല ബ്രാഞ്ചസിനും ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ കോളേജ് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് നാളെ തിരികെ ഞങ്ങളുടെ നാളത്തെ പരിപാടിക്ക് നിങ്ങൾ എല്ലാവരും വരണമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ റിക്വസ്റ്റ് ചെയ്യുന്നു.
മീഡിയ കിറ്റിൻ്റെ കൂടെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്, എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു, ദയവ് ചെയ്ത് വരിക. ഞങ്ങളതിന് 2 ഭാഗമായിട്ടാണ് നാളത്തെ പരിപാടി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം വളരെ ഫോർമലായിട്ടുള്ള ഒരു ഫംഗ്ഷൻ, അതായത് ഒരു ഇനോഗ്രേഷൻ ബൈ ദ പ്രിൻസിപ്പൽ. അത് കഴിഞ്ഞിട്ട് ട്രസ്റ്റ് ഇനോഗ്രേഷൻ, ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ജീവൻ ട്രസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യും, എന്തൊക്കെയാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ. ഒരിക്കൽ കൂടി പറയുന്നത്, സ്റ്റെപ്പ് നമ്പർ 1, ഞങ്ങളിൽ തന്നെ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഇല്ലാത്ത 5 സുഹൃത്തുക്കളുടെ കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസ സഹായം. അതിലൊന്ന് അവരുടെ ഒരു പിതാവിന് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ സംബന്ധമായ ഇഷ്യൂസ് ഉണ്ട്, അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യുകയാണ്. രണ്ടാമത്തത് ആര്യ ഐ കെയറുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ഐ ക്യാമ്പ് ഓൾറെഡി നമ്മൾ നടത്താൻ പ്ലാൻ ഉണ്ട്. നമ്മൾ കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർക്ക് സൗജന്യമായി താങ്ക്സ് ടു ആര്യ ഐ കെയർ അവരുടെ വക സ്പെക്ടക്കിൾസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം കൂടി ഞങ്ങൾ വളരെ കൃത്യമായി തീരുമാനിച്ചെന്താണെന്ന് വെച്ചാൽ, കോളേജ് സ്ഥിതി ചെയ്യുന്ന പള്ളിമൂല, വിൽവട്ടം, ആ ഏരിയകളിൽ പഞ്ചായത്തുകളും, ഇപ്പം അത് കോർപ്പറേഷനായി, പണ്ടത് പഞ്ചായത്തായിരുന്നു, അവിടെയുള്ള ലോക്കൽ ആയിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക്, നിർധനരായ കുട്ടികൾക്ക് ഒരു സഹായമായി ഒരു പഠന കിറ്റ് 5 പേർക്ക് തുടങ്ങുകയാണ്. കാരണം ഞങ്ങൾ തുടങ്ങുമ്പോൾ ഒരു നല്ല രീതിയിൽ അപ്പോൾ കോർപ്പറേറ്ററുമായിട്ട് സഹകരിച്ച് അതും കൂടി നാളെ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇത് 3 ഞങ്ങളുടെ ട്രസ്റ്റ് ഇനോഗ്രേഷനും ആദ്യത്തെ ആക്ടിവിറ്റിയുമായിട്ട് വരുന്നത്. അപ്പോൾ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യത്തെ ഭാഗം ഇതായിരിക്കും. 96 ഗ്രൂപ്പിൻ്റെ സംഗമം, ട്രസ്റ്റ് അനൗൺസ്മെന്റ്, ട്രസ്റ്റ് ലോഗോ പ്രകാശനം, ഡിസ്ട്രിബ്യൂഷൻ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഹാഫ്, അതായത് 1 മണി കഴിഞ്ഞിട്ട് ഉള്ളത് കുറച്ചും കൂടി ഒരു ഇൻഫോർമൽ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യുക. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഞങ്ങൾ ലൂപ്പ് എന്ന് പറഞ്ഞൊരു ഡേറ്റാബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു നെറ്റ്വർക്കിംഗ് സമയമാണ്. അപ്പം ഞങ്ങളിൽ പലരും അത്ര ഒരു മീഡിയ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞങ്ങളുണ്ട്, ബിക്കോസ് ലിങ്ക്ഡിനിലുണ്ടാവും. കാരണം ലിങ്ക്ഡിൻ ഇസ് മോർ ഓഫ് എ പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതിൽ ഞങ്ങൾ അത്ര ഇങ്ങനെ ആക്റ്റീവ് അല്ല. പക്ഷെ ദ ന്യൂ ജനറേഷൻ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അപ്പോൾ ഇപ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ രണ്ടാമത്തെ ഘട്ടത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കോളേജുമായിട്ട് സഹകരിച്ച്, ഇപ്പോൾ ഇതൊരു റിയാലിറ്റിയാണ്. കാരണം എനിക്ക് തന്നെ പലപ്പോഴും ഒരു സങ്കടം തോന്നുന്ന കാര്യമാണ്. ഞാൻ പഠിച്ചത് മലയാളമാണ് ഞാൻ പഠിച്ചത്, എനിക്ക് മലയാളം നന്നായിട്ടല്ല. പക്ഷെ എനിക്ക് മലയാളത്തിൽ വളരെ എളുപ്പത്തിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പോകുമ്പോൾ എല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പല ജൂനിയർ ബാച്ചസിലുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മീറ്റ് ആൻഡ് ഇൻ്റർവ്യൂവർ ഓർ ക്യാമ്പസ് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതിൽ കുറച്ച് പോളിഷിംഗ് സ്കിൽസ് വേണം. അതൊരു സർക്കാർ കോളേജ് ആയതുകൊണ്ട് അതിൻ്റെ പല പരിമിതികളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സെക്കൻഡ് ഫേസ് ആയിട്ട് കോളേജുമായി സഹകരിച്ച് അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രണ്ടാമത്തത്, ഈ ലൂപ്പ് എന്ന് പറഞ്ഞ ഡേറ്റാബേസ് വഴി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മെൻറ്ററിങ് പ്ലാറ്റ്ഫോം. അതായത് 16-ൽ പരം രാജ്യങ്ങളിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളുള്ള സ്ഥിതിക്ക് ഇപ്പോൾ നമ്മുടെ ഇടയിൽപ്പെട്ട ഒരു കുട്ടിക്ക്, അതായത് മേ ബി നമ്മുടെ ബാച്ച്മേറ്റ്സിൻ്റെ കുട്ടികളോ അല്ലെങ്കിൽ അപ്കമിങ് ബാച്ചസിലത്തെ ആൾക്കാരോ, സേ ദേ വോണ്ട് ടു ഗോ ടു ജർമ്മനി അല്ലെങ്കിൽ ഒരു സൗദി, രണ്ട് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആണെങ്കിൽ അവിടെ ഓൾറെഡി നമ്മുടെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ജീവൻ മിഡിൽ ഈസ്റ്റ് വളരെ ആക്റ്റീവാണ്. ട്രേസ് എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ഈ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും മുന്നോട്ട് പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചുണ്ടായ സംഭാവനകൾ കൊണ്ടല്ല, അത് കഴിഞ്ഞിട്ടുള്ള നെറ്റ്വർക്കിംഗ് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പലരും മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്തു. അവരുടെ അലുമിനായി വെൻ കമ്പയർഡ് ടു ഗവൺമെന്റ് കോളേജിൻ്റെ അലുമിനായി ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ, അതായത് ആ സെക്കൻഡ് ജനറേഷനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം. കാരണം ഇപ്പോഴത്തെ ഈ ഒരു AI വേവിലത്തെ ഒരു ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, പല ഗവൺമെന്റ് കോളേജിലത്തെ കുട്ടികൾക്കും ജോലി കിട്ടുന്നില്ല. കാരണം ഫസ്റ്റ് ഹേർഡിൽസ് അവർക്ക് അവരുടേതായ ഇന്റർവ്യൂ ലെവലിൽ കടക്കാൻ പറ്റുന്നില്ല. സെക്കൻഡ് ഹേർഡിൽസ് ഇന്റേൺഷിപ്പ് വേണം. ഇപ്പോൾ ക്യാമ്പസ്, ഇപ്പൊ നിങ്ങൾക്കെല്ലാം മീഡിയയ്ക്ക് എല്ലാം അറിയാമല്ലോ, ഇപ്പൊ വന്നിരിക്കുന്ന ഒരു വലിയ ചേഞ്ച് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ മാറി. അതായത് ഇപ്പോൾ ഇൻഫോസിസ്, TCS, മാസ് റിക്രൂട്ടേഴ്സ് എന്താ ചെയ്യണേ, ദേ ഹാവ് എ വെബ്സൈറ്റ്, യു രജിസ്റ്റർ ഇൻ ദ വെബ്സൈറ്റ് and then anywhere in India you can be a part of the interview process. അപ്പോൾ ഈ കോളേജിൽ പോയി ഇന്റർവ്യൂ നടക്കുക എന്നുള്ളൊരു ഒരു സൂപ്പർ ലെവലായിട്ടുള്ള ഒരു സംഭവം അത് പാടെ നിർത്തി. അപ്പൊ എന്താണ്, അതൊരു നല്ല കാര്യമാണെന്ന് വെച്ചാൽ Tier 2, Tier 3 കോളേജിലത്തെ കുട്ടികൾക്കും അതിനൊരു ചാൻസ് കിട്ടും. പക്ഷെ നമ്മുടെ ഒരു ഗവൺമെന്റ് കോളേജിൽ അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ട്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പോകുമ്പോൾ ക്യാമ്പസ് ഇന്റർവ്യൂ പ്രോബ്ലി 2 കമ്പനി 5 പേരായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ കൂടെ കിട്ടിയത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് ഓൾമോസ്റ്റ് 100% പ്ലേസ്മെന്റ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഈ AI വന്നതോടുകൂടി ഈ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിന്റെ ഇത് കുറയാണ്. കാരണം അവരതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആക്കി ഓൺലൈൻ അസസ്മെന്റ് വെച്ച് ആൾക്കാരെ എടുക്കുകയാണ്.
അപ്പോൾ അതിൽ നിന്ന് ഇവരെ സഹായിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതായത് ത്രൂ നെറ്റ്വർക്കിംഗ്. ഇഫ് വി ക്യാൻ എക്സ്റ്റെൻഡ് ദാറ്റ് ത്രൂ അവർ ഓൺ കമ്പനീസ് ഓർ മെന്റർഷിപ്പ് കൊടുത്തിട്ട് ഇന്റേൺഷിപ്പ് ശരിയാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഡ്രീമാണ്. ഐ തിങ്ക് വി ഹാവ് എ ലോങ് വേ ടു ഗോ. പക്ഷേ ഐ തിങ്ക് വി വോണ്ടഡ് ടു സ്റ്റാർട്ട്. ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ പലരും കാണുന്നത് തന്നെ വെർച്വൽ മീറ്റിംഗിൽ കൂടിയാണ്. കഴിഞ്ഞൊരു 6 മാസമായിട്ട് ഒരു സന്തോഷകരമായ ഒരു മൂഡിൽ ഇങ്ങനെ എല്ലാ ശനിയാഴ്ചയും 2 മണിക്കൂർ വീതം ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സംസാരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും മാറി എന്തെങ്കിലും ടാഞ്ചിബിൾ ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആശയം വന്നു. അങ്ങനെ ഒരു GCT 96 ട്രസ്റ്റ് ഞങ്ങൾ രൂപീകരിച്ചു. ഇനി അത് വിപുലീകരിച്ച് കോളേജുമായി സംഘടിച്ച് കുറച്ചും കൂടി ഒരു ബ്രോഡർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം. നിങ്ങളുടെ എക്സ്പീരിയൻസിന് പലതും കണ്ടിട്ടുണ്ടാവും, പല കോളേജിൽ നടക്കുന്നത്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് അറിയാമല്ലോ, 1957 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇനോഗ്രേറ്റ് ചെയ്തൊരു കോളേജാണ്. അപ്പോൾ ഞങ്ങൾ 36 ബാച്ചാണ് ഞങ്ങൾ. ഇനിയും ബാച്ചുകൾ വന്നു. ഞങ്ങൾ 96 പാസ് ഔട്ട് ബാച്ച് 36 ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഏകദേശം ഒരു 60-67 ബാച്ചുകൾ പുറത്തിറങ്ങി കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കോളേജിന് ഒരു കോളേജ് ഓഫ് എക്സലൻസ് ആക്കാൻ പാടില്ല, അങ്ങനത്തെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താ പറഞ്ഞാൽ VTU ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാട്ടോ, ഞാൻ ആൻസർ ചെയ്യാന്ന് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട്. ഞങ്ങൾക്ക് വളരെ ദുഃഖമാണ്. കാരണം ഞാൻ ഇലക്ട്രോണിക്സ് ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഞങ്ങളുടെ ക്ലാസ് പണ്ടത്തെ ഒരു ദുരിതാശ്വാസ ക്യാമ്പായിരുന്നു. അതായത് പണ്ട് വെള്ളപ്പൊക്കം വരുമ്പോൾ നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇത്തന്നെ ക്ലാസ്സിൽ 100 രൂപയിലിരുന്നാണ് ഞങ്ങൾ പഠിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് എന്നാലും അതിന് വിഷമമൊന്നുമില്ല. ഇപ്പൊ നോക്കുമ്പോൾ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, ഇലക്ട്രോണിക്സിന് ഒരു സെപ്പറേറ്റ് ഒരു ബ്ലോക്ക് ഒക്കെ ഉണ്ട്. പക്ഷെ സങ്കടം വരുന്നവർക്ക് വളരെ അടിസ്ഥാനമായ സൗകര്യങ്ങളില്ല. വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അടിസ്ഥാനപരമായ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ആരെയും കുറ്റം വന്നിട്ട് കാര്യമില്ല. കാരണം ക്യാമ്പസ് വന്നിട്ട് വന്ന് നോക്കുമ്പോൾ പുതിയ ആളുകൾ വന്ന് അഡ്മിഷൻ വരുന്ന സമയത്ത് വന്ന് നോക്കുമ്പോൾ പലരും ക്യാമ്പസ് മടങ്ങി പോകുന്നത് പറഞ്ഞിരുന്നു. ഇല്ല, അത് തെറ്റായ ഒരു ഇതാണ്. അതെനിക്ക് തോന്നുന്നില്ല. കാരണം ക്യാമ്പസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇസ് റിയലി ഗുഡ്. ഞാൻ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് എനിക്ക് ഒരു തെറ്റ് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. അതായത് സെക്കൻഡ് ലെവൽ, അതായത് ഹോസ്റ്റൽ സൗകര്യങ്ങൾ, കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ, അതിലൊക്കെ എന്താ കുറച്ച് നമുക്കറിയാലോ, ഒരു സർക്കാർ സംവിധാനത്തിൽ അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ട്. അതിപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷന് ബുദ്ധിമുട്ടായത് കൊണ്ടല്ല. അപ്പോൾ അത് സർക്കാർ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഹൗ ക്യാൻ വി ക്രിയേറ്റ് എ സ്പേസ് ഫോർ അവർ. ഞങ്ങൾ പ്രൈവറ്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത്. ഞാൻ പറഞ്ഞത് കോളേജ് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് കോളേജ് ഇസ് റിയലി ഗുഡ്. നമുക്ക് വേണ്ടത് എന്താണ്, അവരെങ്ങനെ ഹൗ വി ക്യാൻ മേക്ക് ദം എംപ്ലോയബിൾ. അത് ഒരു തരത്തിലത് കോളേജിന്റെ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, അത് അലുമിനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്, സ്റ്റുഡൻസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, സ്റ്റുഡൻസ് അസോസിയേഷൻ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഞങ്ങൾ അതിനോട് സഹകരിക്കാനാണ് കുറച്ചും കൂടി ഉദ്ദേശിക്കുന്നത്. ബാക്കി കോളേജിന്റെ ഫെസിലിറ്റീസിൽ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഇറ്റ് ഇസ് വെരി ഗുഡ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ കുറച്ച് ടീച്ചിങ് പ്രോബ്ലംസ് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, റിസോഴ്സ് ഇൻ ടേംസ് ഓഫ് പെഡഗോഗി ഓർ ടീച്ചേഴ്സ് ഓൾസോ എക്സലന്റ് ആണ്. അതൊരു ഡിഫറൻസ് ആണ്. തോന്നുകയാണെങ്കിലും റിസോഴ്സ് വൈസ് ഓൾസോ ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ്. ഇപ്പൊ ഇതില് എല്ലാവരും മെറിറ്റിൽ വരുന്ന ഒരു വളരെ കുറഞ്ഞ കോളേജുകളിലൊന്നാണ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് ആർ വെരി ഗുഡ്, ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റീസ് ഓൾസോ വെരി ഗുഡ്. ഞങ്ങളുടെ ബാച്ചിലത്തെ തന്നെ 3-4 പേരോടെ ഫാക്കൽറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അവർ ഞങ്ങളോട് പറയും എന്താണ് മിസ്സിംഗ് ഇതിൽ. അപ്പോൾ അതൊന്നും ഒരു മാക്രോ ഇഷ്യൂ അല്ല, ഇറ്റ് ഇസ് മോർ ഓഫ് മൈക്രോ ചെറിയ ഇഷ്യൂസ്. ഹൗ വി ക്യാൻ ബ്രിങ് ദം. മെയിൻ ആയിട്ട് ഞാൻ പറയുന്ന ഒരു കോർപ്പറേറ്റ് കണക്ട്, ദാറ്റ് ഇസ് എൻ എലമെന്റ് വിച്ച് ഇസ് മിസ്സിംഗ്. അത് നമ്മുടെ സർക്കാർ കോളേജുകൾ ഒരു പ്രൈവറ്റ് ആയ രീതിയിൽ നടത്തിയാലേ ഈ കോർപ്പറേറ്റ് കണക്ട് സക്സസ്ഫുൾ ആക്കാൻ പറ്റുള്ളൂ, അലുമിനി അസോസിയേഷൻ അതുതൊക്കെ. അല്ലാതെ കോളേജ് പെർസ്പെക്റ്റീവ് ഇൻട്രസ്റ്റ് വൈസ് എനിക്ക് തെറ്റായിട്ടൊന്നും പറയാനില്ല. ജീവൻ എനിക്ക് അടിയത് എല്ലാ നെഗറ്റീവിനും ഒരു പോസിറ്റീവ് ഉണ്ടായിരിക്കും. 1996 ബാച്ചിൽ പഠിച്ച ഈ ഓരോരുത്തർക്കും അഭിമാനത്തോടെ ഒരു കാര്യം പറയാം. ഞങ്ങളിന്ന് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ബസ്സിൽ ഈ റൗണ്ടിൽ കൂടെ പോകുമ്പോൾ അഭിമാനത്തോടെ പുറത്ത് നോക്കിയിരുന്ന ഒരു കാലമുണ്ട്. കാരണം ടോപ്പ് 500 സ്റ്റുഡൻസ് കേരള എൻട്രൻസിൽ നിന്ന് പാസ്സായവരായിരുന്നു തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പല ബ്രാഞ്ചസിൽ പഠിച്ചു കാണാം. അന്ന് കാലത്ത് ഒരു IIT കോച്ചിങ് ഒന്നും ഇല്ലാത്ത കാലഘട്ടം ആയതുകൊണ്ടായിരിക്കാം നമ്മളുടെ ഇവിടെ ഇരിക്കുന്ന പലവരും IITയിലോ NITയിലോ എത്താണ്ടിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ വളരെയധികം കഷ്ടപ്പാട്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കയറുക മാത്രമല്ല, അത് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാണ്ട് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ക്യാമ്പസ് സെലക്ഷൻ ഇല്ല, ഇന്റേൺഷിപ്സ് ഇല്ല. അതെല്ലാം തരണം ചെയ്ത്
പല സ്റ്റുഡൻസും ഇന്ന് എത്തിയിരിക്കുന്ന പൊസിഷൻ നമുക്ക് അഭിമാനത്തോടെ പറയാം. അത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു എന്ന് മാത്രം കൊണ്ടല്ല, അത് കഴിഞ്ഞ് സ്ട്രഗിൾ ചെയ്യാനും അന്നത്തെ പിള്ളേർക്കുണ്ടായിരുന്ന ആ വാശിയും വീറും ആ മനസ്സിലുണ്ടായിരുന്ന ആ തീയാണ് തിരികെ, ആ തീയാണ് ട്രസ്റ്റിന് അവർ മുൻകൈ എടുക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് അതാണ് ഒരു കോളേജിനെ ഉണ്ടാക്കുന്നത്. പിന്നെ ആ കോളേജിൽ പഠിച്ചിരുന്നവർ അവിടെ തിരിച്ചു വരാൻ കാണിക്കുന്ന ആ വെമ്പൽ, അത് ആ സത്യം, ആ ഒരു ഫീലിംഗ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടായ്മയുടെ ശക്തിയാണ്. ഒരു ബ്രാഞ്ചിൽ അല്ല ഈ പരിപാടി നടത്തുന്നത്, ഒരു ബാച്ചിൽ നിന്നാണ് ഈ പരിപാടി നടത്തുന്നത്. സുധി പറഞ്ഞ പോലെ 8 ബ്രാഞ്ചസിലെ 400-ൽ പരം എഞ്ചിനീയേഴ്സ് 16 രാജ്യങ്ങളിൽ നിന്ന് ഒരു ദിവസം തെരഞ്ഞെടുത്ത് 18-ാം തീയതി വരിക എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ കൂട്ടായ്മയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ആ അന്നത്തെ പഠിച്ചിരുന്നവരുടെയും ശക്തി. ട്രസ്റ്റ് രൂപീകരണത്തിന് വേണ്ടി ഞങ്ങളെ ആ ഒരു പ്രചോദനം തന്നത് ഹൗ ടു ഗിവ് ബാക്ക്, തിരികെ. ആ തിരികെയിൽ ഒരു മീനിങ് കൂടിയുണ്ട്, നമുക്ക് തിരിച്ചു നൽകണം. നമുക്ക് കിട്ടാത്ത പലതും നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് കൈമാറാൻ പറ്റണം. ആ തിരികെയാണ് ഞങ്ങളുടെ GECT 96 ട്രസ്റ്റിന് വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അതേപോലെ REICare അവർ ഞങ്ങളുടെ കൂടെ സഹകരിച്ച് വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മളെപ്പോലെ ചിന്തിക്കുന്ന പല സ്ഥാപനങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അത് നമുക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. വിശ്വാം ബിൽഡേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ടോയ് ഫോറസ്റ്റിന്റെ MD സിന്ധുജി, ഇവരെല്ലാവരും ഈ വേദിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരേ കാര്യമാണ് പിന്നെയും പറയുന്നത്. ഞങ്ങൾ എപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കൂടെ, നമ്മുടെ ഫെലോ സ്റ്റുഡൻസിന്റെ കൂടെ, നമ്മുടെ കോളേജിന്റെ കൂടെ എന്നും ഉണ്ടായിരിക്കും. താങ്ക് യു. ഒരു സമയത്തെ ഈ എഞ്ചിനീയറിംഗ് കോളേജുകൾ വ്യാപകമായിട്ട് തുടങ്ങി, അതിൻ്റെ ഡിമാൻഡായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ 96 എഞ്ചിനീയറിംഗ് കോളേജ് ബസ്സിൽ പോകുന്നൊരു തീരുമാനമായിരുന്നു. ഈ കോളേജുകൾക്ക് പൂട്ടി പോകുന്ന സ്ഥിതി, കുട്ടികളില്ലാത്ത സ്ഥിതി എന്തായാലും ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ്. എഞ്ചിനീയറിംഗ് ഇസ് നത്തിങ് ബട്ട് മാത്തമാറ്റിക്സ്. നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നം ഉള്ള സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ്. പൈസ കൊടുത്ത് പഠിക്കുക. അന്ന് കാലത്ത് ബാംഗ്ലൂരിലായിരുന്നു. 1996 കാലഘട്ടങ്ങളിലാണ് ആദ്യമായി സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങാൻ ഗവൺമെന്റ് സമ്മതിക്കുന്നത്. ഒരു വിധത്തിൽ നമ്മൾക്കതിനോട് എതിർപ്പില്ലായിരുന്നു, പക്ഷെ നമുക്കൊരു സംശയം അന്ന് ഉയർന്നിരുന്നു. ദ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് ഇല്ലാത്ത കോളേജുകളാണ് ഈ പൂട്ടിപ്പോകുന്നത്. ഇപ്പോഴും വളരെ നന്നായിട്ട് ഓടുന്ന പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. സ്ക്രീനിങ് പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ്, സിന്ധുജി പറഞ്ഞ പോലെ ഫാക്കൽറ്റീസ് എല്ലാം ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. അത് മിസ്സിംഗ് ആണെങ്കിൽ കോളേജ് പൂട്ടിപ്പോവുക മാത്രമല്ല, പിള്ളേർ പഠിച്ച് പാസ്സാവുന്നവർക്ക് ജോലി കിട്ടാണ്ട് വരും. അങ്ങനെ പ്രശ്നങ്ങൾ വരും. ഈ കോഴ്സുകൾ റിഫോം ചെയ്യുക, അതിനൊരു റീസ്ട്രക്ചർ ചെയ്തില്ലെങ്കിൽ പഴയ മോഡലിന് പോയാൽ കണ്ടിന്യൂ ചെയ്യൽ പ്രയാസമല്ല. ഇപ്പം അതന്നെയല്ല പ്രത്യേകിച്ച് സർക്കാർ കോളേജുകൾ നടക്കുന്നത്. ഇപ്പോൾ AI പോലുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ വരുന്നില്ലല്ലോ. പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്നുണ്ട്, സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ എൻട്രൻസിലൂടെയൊക്കെ വരുന്ന ആളുകൾക്ക് അത് ലഭ്യമാവുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. ഇപ്പോൾ എൻ്റെ തന്നെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂരാണ്, കഴിഞ്ഞ ഒരു 27 വർഷമായിട്ട് ബാംഗ്ലൂരാണ്. കേരളം വിട്ടു കഴിഞ്ഞാൽ സർക്കാർ കോളേജുകൾ നന്നായി നടക്കുന്ന സംസ്ഥാനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കേരളത്തിലത്തെ സർക്കാർ കോളേജുകളെ നമ്മൾ പ്രൈവറ്റ് ഗ്രൂപ്പുമായിട്ട് സഹകരിപ്പിച്ച്, അതായത് ഞങ്ങൾ മരുന്ന് വിദ്യാഭ്യാസ അലുമിനായി ടീംസുമായിട്ട് സഹകരിപ്പിച്ച് നന്നാക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ പുതിയ സിലബസിനെ പറ്റി വലിയ ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തത് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ആയല്ലോ, ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വന്നല്ലോ. അതിനുശേഷം ഭയങ്കരമായിട്ട് സിലബസ് നന്നായിട്ടുണ്ട്. പക്ഷെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്ത് പോയാണെങ്കിൽ കർണാടകത്തിൽ പോയാൽ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോണമസ് കോളേജസുകൾ വരുമ്പോൾ അവർക്ക് വളരെയധികം ഫ്ലെക്സിബിലിറ്റി ഉണ്ട് സിലബസ് മാറ്റാൻ വേണ്ടി. അപ്പോൾ സിലബസ് ഇസ് കൺകറന്റ്. ഇപ്പോൾ AI ഇസ് എ ഫുൾ ഫ്ലെഡ്ജ് കോഴ്സ് ഇൻ മെനി യൂണിവേഴ്സിറ്റീസ്. ഇപ്പം നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇലക്റ്റീവ് കൊണ്ടുവന്നിട്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ സിസ്റ്റം നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. അവർക്ക് ഏതെങ്കിലും കമ്പനിയിൽ പോയിട്ട് ഇന്റേൺഷിപ്പ് നടത്താം. അത് ഇന്ത്യയിലാവണമെന്നില്ല, പുറത്തു പോയി നടത്താം. നമ്മുടെ സിസ്റ്റത്തിന് അത്ര ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ദാറ്റ് റിക്വയർസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എക്സ്പോഷർ അല്ലേ. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് we are more than open to have a dialogue with them, and നമുക്ക് ഏതെങ്കിലും അതിനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ we would like to collaborate and share our experiences. കാരണം ഇത് ഞങ്ങളുടെ മക്കളിൽ കൂടിയാണ് ഞങ്ങളിത് പഠിക്കുന്നത്. ഞങ്ങൾക്കും ഇതൊരു പുതിയ അറിവാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ പുറത്ത് നോക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രത്യേകിച്ച് ഒരു കോളേജിന്റെ പേര് എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം.
ചെന്നൈ, ബാംഗ്ലൂരിലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പല കോളേജസ് 30,000 കുട്ടികളാണ് ഒരു കൊല്ലം അവിടെ ചേരണേ. പക്ഷെ ഫൈനലി എന്താണ് പേരൻസ് നോക്കണേ? ഞാനിപ്പോൾ ഒരു 10-30 ലക്ഷം ചെലവാക്കിയാലും ഇഫ് ദേ ആർ ഗെറ്റിംഗ് പ്ലേസ്ഡ്, ഐ തിങ്ക് അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ പ്ലേസ്മെന്റിന് വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യുക. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണത്? നോട്ട് ഓൺലി കമ്മ്യൂണിക്കേഷൻ, ജീവൻ പറഞ്ഞ മാതിരി ഹൗ ഡു യു ബ്രിങ് ഇൻ ദ ലേറ്റസ്റ്റ് ഓഫ് ടെക്നോളജി ഇൻ ടു ദ കരിക്കുലം. അപ്പോൾ ആ ഒരു എലമെന്റിൽ ഐ തിങ്ക് താങ്കൾ പറഞ്ഞ മാതിരി അതൊരു നമ്മൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. ഈ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞാൽ ഒട്ടുമിക്ക 90% ആൾക്ക് ജോലി കിട്ടുന്നില്ല, അത് വേറെ സബ്ജക്റ്റിലേക്ക് പോകേണ്ട സ്ഥിതിയാണല്ലോ. അത് നമുക്കറിയാലോ, നമ്മളെല്ലാവരും ഇവിടെ പഠിച്ചു വളർന്നവരല്ലേ. നമ്മൾ ഇപ്പോഴും ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചിലും ഉണ്ടാവും. ഞങ്ങളുടെ കൂടെ ITI പാരലായിട്ട് വന്ന ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് എഞ്ചിനീയറിംഗിന് എൻട്രൻസ് എഴുതി കിട്ടിയ ആൾക്കാരാണ്. പക്ഷേ ഈ ITI വന്നിരുന്നവർ ഭയങ്കര സ്മാർട്ടായിരുന്നു. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ITI വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലാബിലത്തെ വർക്കൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അദ്ദേഹം ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് അല്ലെ. നമ്മൾ ഏതോ ഒരു സ്റ്റേജിൽ ആ ഒരു സ്കില്ല് വിട്ടുപോയി എന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ നമ്മുടെ നാട്ടിലത്തെ ITI-നെയൊക്കെ എത്ര നന്നായി പോകുന്നുണ്ട് എന്നുള്ളത്. കാരണം നമ്മുടെ ഒരു വിദ്യാഭ്യാസ നയത്തിന്റെ പ്രശ്നം ഞാൻ പറയില്ല, ഞാൻ അത്രയൊക്കെ അതിനെപ്പറ്റിയൊക്കെ പറയാനുള്ള കേപ്പബിലിറ്റി ഒന്നും എനിക്കില്ല. പക്ഷെ എന്നാലും ഒരു ജോബ് ഓറിയന്റഡ് ട്രെയിനിങ് കുറച്ച് കുറവാണ്. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് സ്റ്റഡീസ് കൊണ്ട് ഒരു സ്റ്റേജ് വരെ എത്തുള്ളൂ. ഇപ്പൊ ഞങ്ങളൊക്കെ കോർപ്പറേറ്റ് ലൈഫില് നാളെ ഞങ്ങൾ AI ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് വി ഡോണ്ട് ഹാവ് എ റോൾ ദെയർ. നാളെ ഇപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാം 28 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്, യു ആർ റണ്ണിങ് എ റീജിയൻ, P&L റൺ ചെയ്യുന്നു. പിറ്റേ ദിവസം ഒരു AI സ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ യു ആർ ഔട്ട്. അപ്പൊ ആ ഒരു പ്രഷർ, അതായത് ഇപ്പൊ ചെയ്തില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോവില്ല എന്നുള്ളൊരു പ്രഷർ ഇവിടെ ഉണ്ടോന്നൊരു സംശയം. ആ പ്രഷർ വരേണ്ടത് റൈറ്റ് ഫ്രം ദ ഡേ യു ഗെറ്റ് ഇൻ ടു ദ കോളേജ്. അപ്പൊ ഈ പ്രൈവറ്റ് കോളേജിലൊക്കെ നടക്കുന്നത്, ഞാനതിന് കംപ്ലീറ്റ് ആയിട്ട് പറയണില്ല, ചോദിച്ചോണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രം. ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പ്രൈവറ്റ് കോളേജസിൽ 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മുടെ ബോസ് അവരുടെ ബോസ് അവരെ പറ്റി ഫീഡ്ബാക്ക് കൊടുക്കണമാതിരി ഇപ്പൊ പ്രൈവറ്റ് കോളേജിലത്തെ ടീച്ചേഴ്സിനെ സ്റ്റുഡൻസിന് റേറ്റ് ചെയ്യാം. അതായത് എനിക്കൊരു ടീച്ചറിനെ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ റേറ്റ് ചെയ്തത് അടുത്ത കൊല്ലം ആ ടീച്ചർ ഉണ്ടാവില്ല കരിക്കുലത്തിൽ. അതുമാതിരി തന്നെ ഇതൊരു ഡെമോക്രസി ആണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ദേ ക്ലെയിം ഇറ്റ് ടു ബി എ ഡെമോക്രാറ്റിക് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അതായത് നല്ല മാർക്ക് മേടിച്ച കുട്ടികൾ വന്ന് അവർ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫ് യു ആർ എ ടോപ്പർ യു ഹാവ് ദി ഓപ്ഷൻ ഓഫ് സെലക്ടിങ് ദ ടീച്ചേഴ്സ്, യു ഹാവ് ദി ഓപ്ഷൻ ഓഫ് സെലക്ടിങ് വിച്ച് റൂം ഡു യു വോണ്ട് ടു സ്റ്റേ. ഹോസ്പിറ്റൽ ആണെങ്കിൽ AC റൂം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ക്രൈറ്റീരിയ വേണം. അപ്പോൾ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, ഓട്ടോണമസ് കോളേജസ്, ദേ ആർ എക്സ്പെരിമെന്റിങ്. അവർക്കും അറിയില്ല ഏതാ നല്ലതെന്ന്. പക്ഷേ നൗ ദേ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് യു ഹാവ് ടു ഗെറ്റ് എ ക്രീം ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ അതിലാണ് ചെറിയൊരു സങ്കടം തോന്നണം. കാരണം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ തൃശ്ശൂർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം കോമ്പിറ്റൻസി ഇല്ലെങ്കിൽ കിട്ടില്ല. കാരണം നമ്മുടെ വളരെ സുതാര്യമായ ഒരു എൻട്രൻസ് ആണ്. ഇത്രയും കാലമായിട്ട് നമ്മുടെ എൻട്രൻസിനെ പറ്റി ആരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അപ്പൊ മിടുക്കരായ കുട്ടികളാണ് വരുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ കം ബാക്ക് ടു യുവർ പോയിന്റ്, ഇത് ഒരു വളരെ കോംപ്ലക്സ് ടോപ്പിക്കാണ്. ഇതിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കരിക്കുലം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്കിൽസ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എക്സ്പോഷർ. പക്ഷേ നമ്മൾ സിലബസ് കാലത്തിന്റെ ചേഞ്ച് അനുസരിച്ച് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ റെലവെന്റ് ആവും. ഇപ്പോൾ ഏറ്റവും വലിയ കമ്പനീസായ ഇൻഫോസിസും TCS ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, 40% ഒക്കെയാണ് അവരുടെ ഷെയർസ് താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, അവരുടെ മാസ് എംപ്ലോയ്മെന്റിന്റെ കാലം കഴിഞ്ഞു. ഇനി സ്കിൽഡ് എംപ്ലോയീസിനെ അവർ എടുക്കുള്ളൂ. സ്കിൽഡ് എംപ്ലോയീസ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെയാണ് ഏറ്റവും വലിയ ത്രെറ്റ്. കാരണം യങ്സ്റ്റേഴ്സ് ദേ ആർ കമ്മിങ് വിത്ത് സ്കിൽസ് വിച്ച് ആർ മച്ച് മോർ ദാൻ വാട്ട് വി നോ. അപ്പോൾ ഇതൊരു കോമ്പറ്റീറ്റീവ്, നമ്മൾ ആ ഒരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദാറ്റ് കോമ്പറ്റീഷൻ വിച്ച് ഇസ് ഡെവലപ്പിംഗ് ഈവൻ ഇൻ എഡ്യൂക്കേഷൻ. അങ്ങനെയാണ് ഞാൻ അതിനെ പറ്റി പ്ലീസ്. ഒരു പ്രൈവറ്റ് കോളേജസ് വരുമ്പോൾ ഗവൺമെന്റ് പല മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് പ്രൈവറ്റ് കോളേജസ് അനുവദിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിലും ഗവൺമെന്റ് ഒരിക്കലും ബ്രിഡ്ജ് ചെയ്തില്ല. എല്ലാ കുട്ടികളും ഹൈലി ടാലന്റഡ് ആയിരിക്കില്ല. അപ്പോൾ എല്ലാവരും എഞ്ചിനീയേഴ്സ് ആക്കണം എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഗവൺമെന്റ് നേരെ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും നേരെ എഞ്ചിനീയറിംഗിന്റെ വരുന്നത്. അതിന്റെ ഇടയിൽ അവർക്ക് സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള കോഴ്സസോ ITI പോലുള്ള കോഴ്സസിനൊന്നും ഒട്ടും പ്രാധാന്യം കൊടുത്തില്ല. ഒരു കാലത്ത് കേരളത്തിൽ നിന്നൊക്കെ നല്ല കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഫോഴ്സ് വരുന്നുണ്ടായിരുന്നത് ITI അതുപോലെ ഡിപ്ലോമക്കാരൊക്കെ ആയിരുന്നു. പക്ഷെ ആ കോഴ്സസിന് തീരെ പ്രാധാന്യം കൊടുക്കാതെ നേരെ എഞ്ചിനീയറിംഗിലേക്ക് വന്നു. അപ്പൊ ഇതിന്റെ മിഡ് സെഗ്മെന്റ് എന്ന് പറയുന്ന കുട്ടികൾക്ക് ശരിക്കും അവിടെ സഫർ ചെയ്തു. അവര് കോമ്പറ്റ് ചെയ്യുന്നത് ഈ ഹൈ ടാലന്റ് ആയിട്ടുള്ള കുട്ടികളുടെ കൂടെയാണ്, അക്കാഡമിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ അവരുടെ ഓൾറെഡി ഉള്ള സ്കിൽ ടെക്നിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഗവൺമെന്റ് ഇടയിൽ ബ്രിഡ്ജ് ചെയ്യാത്തതിന്റെ ഒരു പ്രോബ്ലം ആണ് ഇത് വരുന്നത്. എനിക്ക് തോന്നുന്നു. പക്ഷെ പുതിയ നയങ്ങൾ ഓൾറെഡി
ആക്ടുകൾ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ ഹയർ എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അത് വെച്ച് ഇത്ര കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ITI സർട്ടിഫിക്കറ്റ് അത് അങ്ങനെയുള്ള ഒരു കോഴ്സസ് ഓൾറെഡി പ്രപ്പോസ്ഡ് ആണ്. പക്ഷെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ കുറെ കുട്ടികളുടെ മുകളിലുള്ള ഈ പ്രഷറും കാര്യങ്ങളും കുറച്ച് കുറയും. കുട്ടികൾക്ക് അതാത് സമയങ്ങളിൽ തന്നെ ഇടയിൽ അവരുടെ ടാലന്റ് അനുസരിച്ച് ഗ്രോ ചെയ്യാൻ പറ്റും. ട്രസ്റ്റിനെ പറ്റിയോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കത് അനുസരിക്കാം.